ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ടല്ലേ. അപ്പം നമ്മൾ വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. നമ്മളിപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂൾ തുറക്കാറാകുമ്പോൾ നമ്മൾ ആ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ വീഡിയോസൊക്കെ ഇടും. നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണണം, സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിം സൂംബയാണ്. അപ്പോൾ നമുക്ക് നേരെ സൂംബിലേക്ക് പോയാലോ. ഒരു അടിപൊളി ഗെയിമായത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കേണ്ടതാണ്. ഗെയിമിൻ്റെ പേര് ഒന്നുകൂടെ ഞാൻ പറയാം, സൂംബ. അപ്പോൾ ഗായ്സ്, ഇതാണ് കേട്ടോ ഗെയിം. നമുക്കിതിനകത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും നമ്മുടെ ആൾക്കാരാണ്. ഇത് പിന്നെ ഈ കുറുക്കൻ, പിന്നെ ഈ ബന്നി. ഇനിയും കിട്ടാനായിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇത്രയും പേരെ ഇനി കിട്ടാനുള്ളതാണ്. ഇനി ഇഷ്ടം പോലെ പേരെ കിട്ടാനുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ ഇത്രയും പേരെ നമുക്ക് കിട്ടാനുണ്ട്. ഇത്രയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ അത്ര ലെവലായിട്ടില്ല. അപ്പോൾ ഇത്രയും പേരെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ലിസാർഡിനെയാണ് എടുത്തേക്കുന്നത് കളിക്കാൻ. നമ്മൾ ലിസാർഡാണ്, ഒരു വയലറ്റ് കളറിൽ. വേണമെങ്കിൽ എനിക്ക് പല്ലി എന്ന് പറയാം മലയാളത്തിൽ. ഒരു പർപ്പിൾ കളറിലെ പല്ലിയാണ് നമ്മൾ കളിക്കാൻ എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങോട്ട് നീങ്ങുന്നതാണേ നമ്മൾ. അപ്പം കളി തുടങ്ങി ഗൈസ്. അപ്പോൾ ഈ തോക്കൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓരോ തോക്കും എടുക്കാം. എതിരാളിയെ കണ്ട അപ്പം നമ്മൾ വെടിവെക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് -4 ആണ് ട്രോഫി. അതിപ്പോൾ ഓരോ ഇതാകുമ്പോൾ അത് ഓരോന്നും മൈനസ് ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പ്ലസ് ട്രോഫിയാണ്. ഈ ലിസാർഡിനെ എടുക്കുമ്പോൾ ലിസാർഡിൻ്റെ കയ്യിലായിരിക്കും എടുക്കുമ്പോൾ എപ്പോഴും തോക്കുള്ളത്. പക്ഷേ ബാക്കി ആനിമൽസിനെ എടുക്കുമ്പോൾ അവരുടെ കയ്യിലൊന്നും തോക്ക് കാണത്തില്ല. നമ്മളത് എവിടുന്നെങ്കിലും തോക്ക് സെലക്ട് ചെയ്യണം. എവിടുന്നെങ്കിലും ആ തോക്ക് എടുക്കണം. പക്ഷേ ലിസാർഡിനെ വെച്ച് നമ്മൾ കളിക്കുവാണെങ്കിൽ ലിസാർഡിന് കളി തുടങ്ങുമ്പോൾ തന്നെ കയ്യിൽ തോക്കുണ്ടായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. നമുക്കിവിടെ +5 ട്രോഫി ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഇവിടുന്ന് പോകാം. ഒത്തിരി എതിരാളികളാണ് ഇവിടെ. വരുന്നുണ്ടോ? എനിക്ക് ട്രാപ്പൊക്കെ വെക്കാൻ പറ്റുമോ?
നമ്മൾ പോച്ചക്കകത്ത് വരുന്ന അവർക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല. അടുത്തോട്ട് വന്നാലേ അവർ കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ബണ്ണി ആ പോച്ചക്കകത്ത് ചാടിയിട്ടുണ്ട്. കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ പോച്ചക്കകത്ത് കയറിയതേ കാണാൻ പറ്റും. ഗായ്സ്, നമ്മളിപ്പോൾ തോറ്റുപോയി. നമ്മൾ മൂന്നാമതാണ് വന്നത്. നമുക്കൊരു വട്ടോടെ കളിക്കാം. കണ്ടോ, ഈ കളി നമ്മൾ ജയിച്ചിരിക്കും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഈ കളി ജയിക്കണ്ടായോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റൂ. എല്ലാവരും പെട്ടെന്ന് ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേ. ഇപ്രാവശ്യം നമ്മൾ നിസാറിനെ വെച്ചാണ് കളിക്കുന്നത്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റൂ. സപ്പോർട്ട് ചെയ്യത്തില്ലേ? ചെയ്യണം. കഴിഞ്ഞായിട്ട് 3ാം സ്ഥാനമായെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം 1ാം സ്ഥാനം നേടിയിരിക്കും അല്ലേ? നമുക്കിപ്പോൾ ഒരു ട്രോഫി അല്ല 2 ട്രോഫി ഇട്ടിട്ടുണ്ട്. +2 ട്രോഫി കൂടെ 2 സ്റ്റാറും കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 5 ട്രോഫി ഉണ്ട് കേട്ടോ. എങ്ങനെയും നമുക്ക് നോട് വെച്ചാണ്. ഇത് പല ലെവലുള്ളവരാണ് കളിക്കുന്നത്. ഞാനിപ്പോൾ 5ാമത്തെ ലെവലാണ്. പത്ത് ട്രോഫി ആയിട്ടുണ്ടേ. ഇനി കുറച്ച് പേരോട് നന്നായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് കളി ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ജയിക്കാൻ പറ്റും. 11 ട്രോഫി ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. എൻ്റെ ട്രോഫികൾ കൂടിക്കൊണ്ടിരിക്കുക. 13 ട്രോഫി. ഒരുത്തൻ നമ്മുടെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ പേടിച്ചു കൊടുത്തൊന്നുമില്ല. ഇതിൻ്റെ ലെവൽ എത്താം. തടയാൻ പറ്റില്ല. ഓ ശരി.
ഗൈസ് പിന്നെ നമ്മൾ തോറ്റിരിക്കുന്നു, എന്തോ പറയാനാ. ഗതി. ഈ പ്രാവശ്യം നമ്മൾ 3-ാം സ്ഥാനമാണ്. നിങ്ങൾ ഒന്നുകൂടെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ കേട്ടോ. നമുക്കപ്പം ബണ്ണിയെ വെച്ചൊരു കളി കളിക്കാം. ബണ്ണിക്ക് ചാടി ചാടി പോകാനുള്ള കഴിവുണ്ടായിട്ടുണ്ട്. ആ കളിയെങ്കിലും നമ്മൾ ജയിക്കണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട്. 14, 15, 16, 17, 18, 19, 20, 21, 22, 23 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം 29 പേരായി. 31 പേര്, 33. അപ്പം 35 പേരാണ് മൊത്തത്തിലുള്ളത്. നമുക്ക് പോച്ചക്കകത്ത് മാത്രമല്ല ഈ സമയത്ത് നമുക്ക് പൊളിച്ചിരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം മൊത്തത്തിൽ ഒരു 14 പ്ലേയേഴ്സേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഡെഡായിട്ടുണ്ട്. +5 ട്രോഫി ആയിട്ടുണ്ട്. ബാക്കി 9 പ്ലേയേഴ്സ് ആണുള്ളത്. ഓരോരുത്തരും ബോംബൊക്കെ ഇട്ട് തുടങ്ങി. നമ്മളിനകത്തിരിക്കുന്ന ഇതുവരെ ആരും കണ്ടിട്ടില്ല. കണ്ടാൽ പ്രശ്നമാണ്ട് ഇവിടെ ഒരുത്താൻ വരുന്നുണ്ട് കേട്ടോ. ഇട്ടാപ്പിയുടെ കൂട്ടത്തിൽ കയറി വരുന്ന പോലെ ഒരുത്തൻ വരുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ 5-ാമത്തെ സ്ഥാനമാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. സപ്പോർട്ടൊക്കെ കുറവാണ്. ഇപ്രാവശ്യം നമ്മൾ തോറ്റിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു.